ശാന്തി. ജീവിതത്തിൽ അപമാനിക്കപ്പെടുന്ന സന്ദർഭങ്ങളിൽ വിഷമിക്കാത്ത മനുഷ്യന്മാരുണ്ടാവില്ല. എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, ഇനി എങ്ങനെ മുന്നോട്ട് പോകും, ഇനി എങ്ങനെയാണ് അവരുടെ കൂടെ എനിക്ക് ഒത്തൊരുമിച്ച് പോകേണ്ടത്, ഇത്തരം ഒരുപാട് ചിന്തകൾ മനുഷ്യന്മാരുടെ ഉള്ളിൽ വല്ലാതെ അലട്ടുന്ന ഒരു സന്ദർഭമാണത്. അത്തരം സന്ദർഭത്തിൽ അതിജീവിക്കാനുള്ളതായിട്ടുള്ള ഒരു സിമ്പിൾ ടെക്നിക്കാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ഇതിൻ്റെ പേര് 3A ടെക്നിക്ക് എന്നാണ്. ഒന്നാമത്തെ എ, ഓൾട്ടർ. അതായത് ഏത് കൂട്ടത്തിലാണോ, ഏതാളുകളെടുത്താണോ നിങ്ങളുടെ കോൺഫിഡൻസ് പോകുന്നത്, ഇവരൊന്നിച്ച് എനിക്ക് പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന് തോന്നുന്നത്, അഥവാ നിങ്ങളുമായിട്ട് മനപ്പൊരുത്തമില്ലാത്തത് എന്ന് സാധാരണ ഭാഷയിൽ നമുക്ക് പറയാം, ഇങ്ങനെ കൂടിച്ചേരാൻ പറ്റാത്ത ഒരു കൂട്ടത്തിലാണ് നിങ്ങൾക്ക് പോകേണ്ടത് എങ്കിൽ കഴിയാവുന്നത്ര അത്തരം സാഹചര്യങ്ങളെ ഏതൊക്കെ രീതിയിൽ ഒരു സംഘർഷം അഥവാ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടോ അവിടെ നിന്നൊക്കെ കഴിയുന്നത്ര ഒഴിഞ്ഞു മാറുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിൻ്റെ പേര് ഓൾട്ടർ എന്ന് പറയും. മറ്റൊന്ന് ആക്സെപ്റ്റ്. എന്തിനു നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടത്? ഏത് കാര്യമാണോ നമ്മുടെ അടുത്ത് ഒരാൾ പറയുന്നത് അത് തെറ്റാണ് എങ്കിൽ, തെറ്റായ കാര്യം ഒരാൾ എന്നോട് പറയുകയാണെങ്കിൽ ഒരു കാര്യം നമുക്ക് ഉറപ്പായിട്ട് സ്വീകരിക്കാം, അവരെന്തായാലും അവരുടെ കണ്ണിൽ കൂടി ആ കാര്യം കാണും. എൻ്റെ കണ്ണട എടുത്ത് നിങ്ങളുടെ മുഖത്ത് വെച്ചാലല്ലേ ആ കണ്ണടയിൽ കൂടെയുള്ള കാഴ്ച നിങ്ങൾക്ക് കാണുള്ളൂ. മഞ്ഞ കണ്ണട വെച്ച് കാണുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാം മഞ്ഞയായിട്ടേ കാണുള്ളൂ. ചുവന്ന കണ്ണട വെച്ചാലെല്ലാം ചുവപ്പായിട്ടേ കാണുള്ളൂ. അതുപോലെ ഏത് കണ്ണട നിങ്ങൾ അണിയുന്നോ അതിൻ്റെ കളറിലായിരിക്കും നിങ്ങൾ കാണുക. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തെ മറ്റൊരാൾ നോക്കിക്കാണുന്നത് അവരുടെ കാഴ്ചപ്പാടിലൂടെ ആയിരിക്കും. അവരുടെ കാഴ്ചപ്പാടിലുള്ള കാഴ്ച നിങ്ങളുടെ കാഴ്ചയായിക്കൊള്ളുന്നില്ലല്ലോ. അതുകൊണ്ട് അവർ നിങ്ങളെക്കുറിച്ച് വേണ്ടാത്തൊരു കാര്യം പറയുകയാണെങ്കിൽ, അഥവാ അത് ശരിയായിട്ടുള്ളതാണെങ്കിൽ ആക്സെപ്റ്റ് ചെയ്ത് വയ്ക്കുക. ഓക്കെ, ഞാനിതാണ്, ഓക്കെ ഞാൻ തിരുത്തേണ്ടതാണ് എന്ന് സ്വീകരിക്കാനുള്ള ഒരു മനോഭാവം നമുക്കുണ്ടാവുക. മറ്റൊന്ന് അല്ലാത്തതാണെന്ന് വിചാരിക്കുക. ഇല്ലാത്ത ഒരു കുറ്റം നിങ്ങളുടെ മേലെ ചുമത്താൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യമാണെങ്കിലോ അതും ആക്സെപ്റ്റ് ചെയ്യാം. ഓക്കെ, ഞാനിതല്ലേ അല്ല, അത് അവർ പറയുന്നത് അവരുടെ വീക്ക്നെസ്സാണ്, അതുകൊണ്ട് ഞാൻ അതിനെ ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് സ്വയം അവനവനോട് പറഞ്ഞുകൊണ്ട് ആ രീതിയിൽ അതിനെ ആക്സെപ്റ്റ് ചെയ്യുക. അതുകൊണ്ട് ഒന്നുകിൽ ഓൾട്ടർ, മറ്റൊന്ന് ആക്സെപ്റ്റ്, പിന്നൊന്ന് അവോയ്ഡ് എന്ന് പറയും. അതായത് എവിടെയാണോ ഏതൊക്കെ സാഹചര്യങ്ങളാണോ നെഗറ്റീവായിട്ടുള്ള ചാൻസസ് വരാനുള്ളത് ആ സാഹചര്യങ്ങളും സന്ദർഭങ്ങളിലും ഒക്കെ അതിനെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ കഴിയുമെങ്കിൽ ഒഴിവാക്കാവുന്നത്ര ഒഴിവാക്കുക. അതിനുള്ള ഏറ്റവും നല്ല യുക്തി, ഒരു കാര്യവും നമുക്കൊരു പക്ഷേ വേറൊരാളുടെ തെറ്റായിരിക്കാം, കുറ്റായിരിക്കാം പറയേണ്ടി വന്നിരിക്കുക. പക്ഷേ പറയുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ഇങ്ങനെയാണ് എന്ന് ഹാർഷായിട്ട് മറ്റൊരാളോട് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടാത്ത ഒരു കോൺഫ്ലിക്റ്റ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുകയുള്ളൂ. അതുകൊണ്ട് കഴിയുന്നത്ര എന്തെങ്കിലും ഒരു ഗ്രൂപ്പിൽ ഒരു മോശമായിട്ടുള്ള കാര്യം ഉണ്ടാവുമ്പോൾ ആദ്യം നിങ്ങൾ അവരോട് സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് അവരോട് യഥാർത്ഥമായിട്ടുള്ള സ്നേഹമാണെങ്കിൽ ആദ്യം അവർക്ക് മുഖം രക്ഷിക്കാനൊരു സന്ദർഭം കൊടുത്തേക്കുക. മറ്റൊന്ന്, അവർക്ക് മുഖം രക്ഷിക്കാൻ സന്ദർഭം കൊടുത്ത ശേഷം പേഴ്സണലായിട്ട് നിങ്ങൾക്ക് അവരോട് സംസാരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവരുടെ അടുത്ത് പറയുക, നോക്ക്, കൂട്ടത്തിൽ എനിക്ക് എല്ലാവരും മുന്നിൽ വെച്ച് നിന്നോടത് പറയാൻ സാധ്യമല്ലായിരുന്നു, പക്ഷേ എൻ്റെ സിമ്പിളായിട്ടുള്ള ഒപ്പീനിയൻ ഇതാണ്, ഇത് മാറ്റുന്നത് നല്ലതാണ് എന്ന് നിങ്ങൾക്ക് അവരോട് പറയാൻ സാധിക്കുമെങ്കിൽ നന്നായിരിക്കും. ഈ രീതിയിൽ 3 രീതിയിൽ, ഒന്നുകിൽ വേണ്ടാത്ത ഒരു കാര്യം നമ്മളൊരാൾ പറയുമ്പോൾ, ഒരു കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാലോ, ഏത് മരത്തിലാണോ നിറയെ പഴങ്ങളുള്ളത് ആ മരത്തിലേക്ക് മനുഷ്യന്മാർ കല്ലെറിയാറുള്ളൂ. കല്ലേറ് കൊള്ളുക എന്നുള്ളത് ആ മരത്തിൻ്റെ കുറ്റമല്ലല്ലോ. പഴം ആഗ്രഹിക്കുന്ന ആൾ പഴം കിട്ടാൻ വേണ്ടി കല്ലെറിയുന്നു. അതുപോലെ നിങ്ങളെ ഒരാൾ കുറ്റം പറയുന്നതെങ്കിൽ ഒരുപക്ഷെ നിങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു ഗുണം അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി അതവർ വേണമെന്ന് ആഗ്രഹിക്കുകയും അവർക്കത് കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ, നമ്മൾ മലയാളത്തിൽ തമാശയ്ക്കായി പറയാറില്ലേ, പുളിക്കുന്ന മുന്തിരിങ്ങ എന്ന്. കിട്ടാത്ത മുന്തിരിങ്ങ എന്തോ അത് പുളിക്കുന്നത് എന്ന് പറയാറുണ്ട്. അതുപോലെ നിങ്ങളുടെ ഒരു ഗുണം ഉണ്ടാവുകയും അത് അവർക്ക് വേണമെന്ന് ആഗ്രഹിക്കുകയും കിട്ടാതിരിക്കുകയും ചെയ്യുമ്പോൾ മനുഷ്യന്മാരെ മനസ്സിലുണ്ടാകുന്ന സ്വാഭാവികമായിരിക്കുന്ന ഒരു പുളിപ്പാണ് അസൂയ. ഈ അസൂയ നിങ്ങളെ എങ്ങനെയെങ്കിലും കുറ്റം പറയാനുള്ള സാധ്യത അവരുണ്ടാക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് അത്തരം സന്ദർഭങ്ങൾ വരുന്ന സമയത്ത് ഇനി അവർ കല്ലെറിയാണോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇനി നിങ്ങൾക്ക് അവർക്ക് വേണ്ട കാര്യത്തെ മനസ്സിലാക്കാനോ സഹായിക്കാനോ സാധിക്കുമെങ്കിൽ ദ ബെസ്റ്റ് ഐഡിയ ഏത് വിധത്തിലാണോ ആ ക്വാളിറ്റി അവരിൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നത് അതിനു വേണ്ടി നിങ്ങളെ കൊണ്ടാവുന്നത് എന്തും അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുക. 2 ഓപ്പോസിറ്റ് ഡിറക്ഷനാണ്. അവർ നിങ്ങളുടെ നേരെ അസൂയയാണ് ഉണ്ടാക്കുന്നത്, നിങ്ങൾ അവരുടെ ഉന്നതിക്ക് വേണ്ടി പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇതിലൂടെ നിങ്ങളുടെ ശുഭഭാവന അഥവാ നല്ല ചിന്തകൾ തീർച്ചയായിട്ടും
അവരുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അഥവാ അവരുടെ ഹൃദയത്തിലേക്ക് പോസിറ്റീവായിട്ടുള്ള എനർജീനെ കൊണ്ടെത്തിക്കുകയും നിങ്ങളോടുള്ള അസൂയ ഇല്ലാതാക്കുകയും ചെയ്യും. ഇതിലൂടെ അവസരം കിട്ടുമ്പോഴൊക്കെ നിങ്ങളെ നിരന്തരമായിട്ട് അപമാനിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എങ്കിൽ പോലും ശുഭഭാവനയുടെ ഫലം അത് വളരെ മധുരമുള്ള ഒന്നാണ്. സമയം വരുമ്പോൾ നിങ്ങളെ അത് സഹായിക്കുക തന്നെ ചെയ്യും. പിന്നെ ഒന്ന്, അത്തരം വ്യക്തികളുമായിട്ട് ഒരു ഗ്രൂപ്പിൽ പോകുമ്പോൾ നമുക്ക് നന്നായിട്ടറിയാം ആർക്കൊക്കെ നമ്മളോട് പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ട്, ആർക്കൊക്കെ നമ്മളോട് നെഗറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ഉണ്ടെന്നൊക്കെ. അതുകൊണ്ട് പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡുള്ള ആളുകളും നെഗറ്റീവായിട്ടുള്ള ആളുകളും മനസ്സിലാക്കിക്കൊണ്ട് എന്ന് കരുതി അറിയാതെ അവരുടെ അടുത്ത് പോയി കുരുങ്ങണം എന്നല്ല പറയുന്നത്. പക്ഷേ നെഗറ്റീവുള്ള ആളാണെന്ന് മനസ്സിലായിക്കൊണ്ട് അവർക്ക് ശുഭഭാവന കൊടുക്കുകയും നിങ്ങളോട് പോസിറ്റീവ് അപ്രോച്ചുള്ള ആളുകളാരെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുമായിട്ടുള്ള സംഘം ചേരുകയും ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെയൊക്കെ നിങ്ങൾക്ക് അപമാനിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. പിന്നെ മറ്റൊന്ന്, നിവൃത്തിയില്ല, നിങ്ങൾക്ക് മാറാനും പറ്റില്ല, അവോയ്ഡ് ചെയ്യാനും പറ്റില്ല, ഓൾട്ടർ ചെയ്യാനും പറ്റില്ല എന്ന് രണ്ടും പറ്റാത്തൊരു സാഹചര്യം വന്നാൽ ആക്സെപ്റ്റ് ഇറ്റ്. അവർ ചീത്ത പറഞ്ഞാലും ശരി, തെറ്റാണെങ്കിൽ ഓക്കെ, തെറ്റാണല്ലോ അതുകൊണ്ടല്ലേ പറഞ്ഞ് നോ പ്രോബ്ലം എന്ന് ചിന്തിക്കുക. തെറ്റല്ലെങ്കിൽ ഞാനതല്ലല്ലോ, വെറുതെ അവർ പറയുന്നതല്ലേ അതുകൊണ്ടും ഓക്കെ എന്ന് പറയുക. ഇങ്ങനെ നമ്മുടെ മനസ്സിലെ തോട്ട്സിനെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഒരു പക്ഷേ സാഹചര്യങ്ങൾ മാറി വന്നേക്കാം, പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം. അതിൻ്റെ പ്രഭാവത്തിൽ പെട്ടുകൊണ്ട് തളർന്നു പോവാതിരിക്കാനും മറ്റാരെങ്കിലും നമ്മളോട് നല്ല വാക്ക് പറയുമ്പോഴത്തേക്കും പൊന്തി പോവാതിരിക്കാനും നമ്മുടെ ഒരു ബാലൻസ്ഡ് മൈൻഡ് സെറ്റപ്പ് ഉണ്ടാക്കാൻ വേണ്ടി ഈ ടെക്നിക്ക് നിങ്ങൾ ലൈഫിൽ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് സാധിക്കും. ഓം ശാന്തി. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനായി നിങ്ങളുടെ മൊബൈൽ സ്ക്രീനിൽ യൂട്യൂബ് എന്ന ആപ്ലിക്കേഷൻ തുറന്ന് അതിൻ്റെ മുകളിൽ സെർച്ച് ബാറിൽ BK സ്പേസ് ഷീബ എന്ന് ടൈപ്പ് ചെയ്യുക. അതിൽ BK ഷീബ എന്ന ചാനൽ ക്ലിക്ക് ചെയ്യുക. അതിൽ സബ്സ്ക്രൈബ് എന്ന ചുവന്ന നിറത്തിലുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അപ്പോൾ വലതുവശത്ത് പ്രത്യക്ഷപ്പെടുന്ന ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിലൂടെ നിങ്ങൾക്ക് ഞങ്ങളിവിടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന അതേ സമയം നോട്ടിഫിക്കേഷൻ മൊബൈലിൽ ലഭിക്കാനും വീഡിയോ കാണാനും സാധിക്കുന്നതാണ്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ഓരോരുത്തർക്കും നന്ദി.